നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ അവസാന നിമിഷം മോദിക്ക് G7 ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. കല്യാണത്തലേന്ന് വിളി വന്നു എന്ന് പറഞ്ഞതുപോലെ ഈ അവസാന നിമിഷം ക്ഷണിച്ച് അപമാനിച്ചിട്ടും വളരെ സന്തോഷത്തോടെ മോദി ആ ക്ഷണം സ്വീകരിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ അവലോകനം ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്. 1. മറ്റ് രാജ്യങ്ങൾക്ക് എപ്പോഴാണ് കാനഡ G7 പങ്കെടുക്കാൻ ക്ഷണം അയച്ചത്. 2. ഈ ക്ഷണം ലഭിക്കുന്നതിന് മുൻപും ശേഷവുമുള്ള സംഖ്യകളുടെ മൗത്ത് പീസുകളായ ഗോദി മീഡിയകളുടെയും 2 രൂപ സംഖ്യകൂലികളുടെയും പ്രതികരണങ്ങൾ. 3. മോദിയെ ക്ഷണിക്കാൻ എന്താണ് കാരണം എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞത്. ഇങ്ങനെ മോദിയെ ക്ഷണിച്ചതിനെ കുറിച്ച് കനേഡിയൻ മാധ്യമങ്ങൾ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയോട് കടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് മോദിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി എങ്ങനെയാണ് സംസ്കാരമുള്ള പ്രധാനമന്ത്രിമാർ മറുപടി പറയുന്നത് എന്നും. 4. വിവേകമില്ലാത്ത 2 രൂപ കൂലികൾ മോദിക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തത് തെറ്റായ വാർത്തയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വിഫലമായി ശ്രമിച്ചത്. കസ്തൂരിമാനിന് സ്വന്തം സുഗന്ധം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിന് ഇത്ര വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം G7 പങ്കെടുക്കാൻ മോദിയെ കാനഡ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞും എന്നാൽ മോദി വിശ്വഗുരുവാണ്, അതിനാൽ ക്ഷണിക്കേണ്ടതാണ് എന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്ത് 10 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇത് കണ്ട് മനസ്സ് മാറി മോദിയെ ക്ഷണിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, എപ്പോഴാണ് മറ്റ് രാജ്യങ്ങൾക്ക് G7 പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചത് എന്ന് നോക്കാം. ഇന്ത്യയെ ക്ഷണിക്കുന്നത് ഏതാണ്ട് കല്യാണത്തലേന്ന് ക്ഷണിക്കുന്നതിന് തുല്യമായിരുന്നു. G7 തുടങ്ങാൻ ഏതാണ്ട് കൃത്യം 7 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ 6-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 8 മണിക്കാണ് കാനഡ G7 മോദിയെ ക്ഷണിക്കുന്നത്. ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് ഉടനെ തന്നെ മോദി ട്വിറ്ററിൽ പങ്കുവച്ചതാണ് ഇത്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയിൽ നിന്ന് ഒരു കോൾ ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. സമീപകാലത്ത് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഈ മാസം പിന്നീട് ക്യാനനാസ്കസിൽ വെച്ച് നടക്കുന്ന G7 സമ്മിറ്റിലേക്ക് ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുകയും ചെയ്തു. ജനങ്ങൾ തമ്മിലുള്ള ആഴമായ ബന്ധത്തിൽ അധിഷ്ഠിതമായ ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും കാനഡയും വർദ്ധിത വീര്യത്തോടെ പരസ്പരമുള്ള ബഹുമാനത്തിലും പരസ്പരമുള്ള താല്പര്യത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. G7 സമ്മിറ്റിൽ വെച്ച് കൂടിക്കാണുന്നതിൽ ഞാൻ കാത്തിരിക്കുകയാണ്. 6-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് മോദി ഇത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ആകട്ടെ ഇതിനെക്കുറിച്ച് അതിന് വളരെ ശേഷവും യാതൊന്നും കുറിച്ചില്ല. ഏതാണ്ട് 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് മോദിയെ ക്ഷണിച്ചത് അറിയിച്ചുകൊണ്ട് കാർണി ട്വീറ്റ് ചെയ്യുന്നത്. അതായത് കനേഡിയൻ സമയം ജൂൺ 6-ാം തീയതി 12:22 PM, ഇന്ത്യൻ സമയം 10:52 PM കനേഡിയൻ പ്രധാനമന്ത്രി ഇത് അറിയിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നരേന്ദ്രമോദിയുമായി വളരെ നാളുകളായുള്ള ഇന്ത്യ കാനഡ ബന്ധത്തെക്കുറിച്ച്, അത് ജനങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും വളരെ പ്രാധാന്യമുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചും ഉൾപ്പെടെ സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യം നിയമപാലനത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ചർച്ചകൾ തുടർന്നുകൊണ്ടു പോകുന്നതിന് ഞങ്ങൾ സമ്മതിച്ചു. ഇത്ര മാത്രമാണ് കാർണി ഇതിനെക്കുറിച്ച് കുറിച്ചത്. 2 സെന്റൻസ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു എന്നല്ല, മറിച്ച് നരേന്ദ്രമോദിയുമായി സംസാരിച്ചു എന്നാണ് കുറിച്ചത്. അതുപോലെ G7 ക്ഷണിച്ചു എന്ന് ഇവിടെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത്, നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പരിപൂർണമായി സഹകരിക്കാം എന്ന് മോദി വഴങ്ങിക്കൊടുത്തു. എന്നിട്ട് ഈ കോളിന്റെ പൂർണ്ണ രൂപം കനേഡിയൻ പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നതിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്നു. ആ ലിങ്കിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് സംസാരിച്ചു, പിന്നെ ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും അന്വേഷണത്തിൽ ഇനി തുടർന്ന് പരിപൂർണ സഹകരണം നൽകാമെന്ന് മോദി ഉറപ്പു നൽകുകയും ചെയ്തു. കാർണി പ്രധാനമന്ത്രി മോദിയെ കാനഡയിലെ ക്യാനനാസ്കസിൽ വെച്ച് നടക്കുന്ന 2025 G7 സമ്മിറ്റിലേക്ക് ക്ഷണിച്ചു. പരസ്പരം സമ്പർക്കം നിലനിർത്തി കൊണ്ടുപോകാമെന്ന് മോദിയും കാർണിയും സമ്മതിക്കുകയും നേതാക്കളുടെ മീറ്റിംഗിൽ വെച്ച് കൂടിക്കാണുന്നതിന് കാത്തിരിക്കുകയും ചെയ്യുന്നു. ഓർക്കണം, മോദിയുടെ ട്വീറ്റിൽ നിജാറിന്റെ കൊലപാതകത്തിലുള്ള അന്വേഷണത്തിൽ സഹകരിക്കുന്നതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. ജനങ്ങളെ കൃത്യമായി വിവരങ്ങൾ അറിയിക്കാതെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ തുടർന്നു പോകുന്നത് എന്ന് അതിശയിക്കുകയാണ്. അമേരിക്കൻ മാധ്യമമായ റോയിറ്റേഴ്സ്
കാർണി മോദിയെ G7 സമ്മിറ്റിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തത് ജൂൺ 6-ാം തീയതി വൈകുന്നേരം 11:27 PM അതായത് ഇന്ത്യൻ സമയം ജൂൺ 7-ാം തീയതി രാവിലെ 10 മണിക്ക്. ഇനി മോദിക്ക് കൃത്യം ഒരാഴ്ചയ്ക്ക് മുൻപ് ക്ഷണം നൽകിയപ്പോൾ മറ്റ് രാജ്യങ്ങളെ ക്ഷണിച്ച സമയം ഒന്ന് നോക്കാം. ഇതിന് കൃത്യം 80 ദിവസം മുൻപ് മാർച്ച് 17-ാം തീയതിയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ക്ഷണിക്കുന്നത്. കാനഡയിലെ കാൽഗറി ഹെറാൾഡിന്റെ മാർച്ച് 17-ലെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി കാർണി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കാനനാസ്കസിൽ വെച്ച് നടക്കുന്ന G7 സമ്മിറ്റിലേക്ക് ക്ഷണിച്ചു എന്ന്. മോദിക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നതിന് 80 ദിവസം മുൻപ്, അതായത് ഏകദേശം 3 മാസം മുൻപാണ് സെലൻസ്കിയെ ക്ഷണിച്ചത്. മോദിയെ ആകട്ടെ ഒരാഴ്ച മുൻപും. പിന്നീട് മാർക്ക് കാർണി മെയ് 1-ാം തീയതി രാവിലെ 5 മണിക്ക് ട്വീറ്റ് ചെയ്തതാണ് ഇത്. ഇന്ന് വൈകുന്നേരം സെലൻസ്കിയുമായി ഞാൻ വീണ്ടും സംസാരിച്ചു. സമാധാനത്തിലുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് യുക്രൈൻ തെളിയിച്ചിരിക്കുകയാണ്. റഷ്യ ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വരണം. പ്രസിഡന്റ് സെലൻസ്കിയെ കാനനാസ്കസിൽ വെച്ച് നടക്കുന്ന G7 സമ്മിറ്റിൽ വെച്ച് സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ കാത്തിരിക്കുകയാണ്. കാനഡയുടെ സ്റ്റേറ്റ് മീഡിയയായ CBCയുടെ മെയ് 28-ലെ ഈ വാർത്തയിൽ മെക്സിക്കോ പ്രസിഡന്റ് ക്ലൗഡിയ ഷൈൻബാമിനെ ക്ഷണിച്ചതായി കാണിച്ചിരിക്കുന്നു. കൃത്യമായി ക്ഷണിച്ച ദിവസം ഏതാണ് എന്ന് അറിയില്ലെങ്കിലും ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് G7-ൽ പങ്കെടുക്കുമോ എന്ന് മെക്സിക്കോ വാക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. മെയ് 4-ാം തീയതിയും 5-ാം തീയതിയും ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ വന്ന ഈ വാർത്തകൾ കണ്ടോ? ഇത് ഓസ്ട്രേലിയനിൽ മെയ് 4-ാം തീയതി വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു, ജൂണിൽ കാനഡയിൽ G7 സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പോകുമെന്ന്. 5-ാം തീയതിയിലെ ഓസ്ട്രേലിയൻ മാധ്യമമായ ദ സ്റ്റാറിന്റെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ആൽബനീസ് കാനഡയിലേക്ക് G7-ൽ പങ്കെടുക്കാൻ പോകുമെന്നാണ്. മെയ് 5-ാം തീയതിയിലെ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഈ ന്യൂസിന്റെ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് ആൽബനീസിന് വളരെ സൗഹൃദപരമായ ഒരു ഫോൺ കോൾ ലഭിച്ചു. ആ വാർത്തയിൽ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ G7 ലീഡേഴ്സ് മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ക്ഷണം താൻ സ്വീകരിച്ചതായും ആൽബനീസ് സ്ഥിരീകരിച്ചു എന്ന്. അപ്പോൾ ഉറപ്പായും അവരെയും മോദിയെ ക്ഷണിക്കുന്നതിന് 1.5 മാസം മുൻപ് ക്ഷണിച്ചതാണെന്ന് തെളിവുകൾ സഹിതം നിങ്ങൾക്ക് വ്യക്തമായല്ലോ. അപ്പോൾ തെളിവുകൾ സഹിതം വളരെ വ്യക്തമായിരിക്കുകയാണ് മോദിയെ മാത്രമാണ് കല്യാണത്തലേന്ന് ക്ഷണിച്ചത് എന്ന്. എന്നാൽ ഇതുപോലെ അപമാനിച്ച് അവസാന നിമിഷം ക്ഷണിച്ചിട്ട് യാതൊരു മടിയും കൂടാതെ ഞാൻ പോകാൻ റെഡിയാണ് എന്ന് മോദി സമ്മതിച്ചത് അല്പം കടന്ന കൈയായി പോയി എന്ന് പറയാതെ വയ്യ. രണ്ടാമത്തെ കാര്യം, ഈ ക്ഷണം ലഭിക്കുന്നതിന് മുൻപും ശേഷവുമുള്ള മോദി മീഡിയകളുടെയും 2 രൂപ കൂലികളുടെയും പ്രതികരണങ്ങൾ നോക്കാം. ആദ്യം മോദിയുടെ മൗത്ത് പീസായ ANAയുടെ സ്മിത പ്രകാശ് ജൂൺ 3-ാം തീയതി പറഞ്ഞതാണ് ഇത്. For the first time in 6 years, India may not be attending the G7 summit. The 2025 edition of the Rich and Powerful will be hosted by Canada in Alberta from June 15th to 17th, but New Delhi hasn't received an invite yet. And even if it comes now, it's unlikely that PM Modi will attend the event. 6 വർഷത്തിനിടെ ആദ്യമായി ഇന്ത്യ G7 സമ്മിറ്റിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. ശക്തരും ധനികരുമായ രാജ്യങ്ങളുടെ സമ്മിറ്റായ G7 കാനഡയിലെ ആൽബർട്ടയിൽ വെച്ച് ജൂൺ 15 മുതൽ 17 വരെയാണ് നടക്കുന്നത്. എന്നാൽ ന്യൂഡൽഹിക്ക് ഇതുവരെയും ക്ഷണം ലഭിച്ചിട്ടില്ല. ക്ഷണം ലഭിച്ചാലും മോദി പങ്കെടുക്കുകയില്ല. ഇതിൽ അവർ അമർഷം പൂണ്ട് കാനഡയെ വിളിക്കുന്നത് കേട്ടുകൊള്ളൂ. Canada is now behaving like a Salkistani, in charge of a big fat Indian wedding, not inviting the influential relative so as to snub him. കാനഡ ഒരു സൽക്കിസ്ഥാനിയെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. വളരെ സ്വാധീനമുള്ള ബന്ധുവിനെ വിവാഹത്തിന് ക്ഷണിക്കാതെ ഒഴിവാക്കുന്നത് പോലെ. ഇനി അവർ തുടർന്ന് പറയുന്നത് G7 യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒന്നാണ് എന്നാണ്. G7, does it still matter? But here's the thing, the G7's global relevance is increasingly being questioned. മോദിയെ ക്ഷണിക്കാത്തതിനാൽ G7 യാതൊരു പ്രസക്തിയും ഇല്ലാത്ത സംഘടനയാണ് എന്ന് അവർ വരുത്തി തീർക്കുകയാണ്. എങ്ങനെയുണ്ട്? മോദിയെ ക്ഷണിച്ചില്ല, അതിനാൽ G7 യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു എൻറ്റിറ്റിയാണ് എന്ന് അവർ സ്ഥാപിക്കുകയാണ് ജൂൺ 3-ാം തീയതി ചെയ്തത്. എന്നാൽ ജൂൺ 6-ാം തീയതി വൈകി മോദിയെ ക്ഷണിച്ചതിന് ശേഷമുള്ള അവരുടെ പ്രതികരണം കണ്ടോ? G7 മോദിയെ ക്ഷണിച്ചതിൽ ആർക്കാണ് ഏറ്റവും വലിയ വിഷമം? പാകിസ്ഥാനികൾക്ക്, കാനഡയിലെ ഖാലിസ്ഥാനികൾക്ക്, ഇന്ത്യയിലെ ചില പ്രതിപക്ഷ നേതാക്കൾക്ക്, ജസ്റ്റിൻ ട്രൂഡോയ്ക്ക്? എങ്ങനെയുണ്ട് അവരുടെ മലക്കം മറിച്ചിൽ? മോദിയുടെ ഗുജറാത്തിൽ നിന്നുള്ള ഗുജറാത്ത് സമാചാറിന്റെ ജൂൺ 3-ലെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് 6 വർഷത്തിനിടെ ആദ്യമായി
മോദി G7 സമ്മിറ്റ് മിസ് ചെയ്യും, ഇനി വിളിച്ചാലും മോദി പങ്കെടുക്കുകയില്ല എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യ ടുഡേ എന്നിവരുടെ ഒക്കെ ജൂലൈ 2 വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് മോദിയെ ഇതുവരെ ക്ഷണിച്ചില്ല, 6 വർഷത്തിനിടെ ആദ്യമായി മോദി സമ്മിറ്റ് മിസ് ചെയ്യും, ഇതുവരെയും G7 ക്ഷണിച്ചില്ല, ക്ഷണിച്ചാലും മോദി അത് നിരസിക്കുകയേ ഉള്ളൂ എന്നൊക്കെയാണ് ഇന്ത്യ ടുഡേയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയും കാനഡയുമായുള്ള വഷളായ ബന്ധത്തിന്റെ പേരിൽ മോദി കാനഡയിൽ വെച്ച് നടക്കുന്ന G7 സമ്മിറ്റിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് ജൂൺ 3 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് മോദി G7 പങ്കെടുക്കാൻ സാധ്യതയില്ല, 6 വർഷത്തിനിടെ ഇത് ആദ്യമായാണ്. ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, ഇതുവരെയും കാനഡയിൽ നിന്ന് ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചിട്ടില്ല എങ്കിലും ക്ഷണം ലഭിച്ചാലും എല്ലാ സാധ്യതയും മോദി പങ്കെടുക്കാതിരിക്കാൻ ആണ് എന്ന്. അതിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നു, അവസാന നിമിഷം ലഭിക്കുന്ന ക്ഷണം പരിഗണിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന്. ഇനി മറ്റൊരു ഒന്നാന്തരം മോദി മൗത്ത് പീസായ പാൽക്കി ശർമ്മ പറഞ്ഞത് G7 ക്ഷണിച്ചു, പക്ഷെ ഇന്ത്യ അത് നിരസിച്ചു. നമ്മൾ ഇനി ഒരിക്കലും പാശ്ചാത്യ രാജ്യങ്ങളുടെ മുൻപിൽ തലകുനിക്കുകയില്ല, ഇന്ത്യയുടെ മഹത്വം ലോകം കാണാൻ പോവുകയാണ് എന്ന്. അതായത് ക്ഷണം ലഭിക്കുന്നതിന് മുൻപ് അവർ പറഞ്ഞത് ഇന്ത്യയെ ക്ഷണിച്ചു, പക്ഷെ ഇന്ത്യ അത് നിരസിച്ചതാണ് എന്ന്. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ ഗോതി മീഡിയകൾ. അവർക്ക് യാതൊരു നാണവും മാനവും ഇല്ല, സംഘികളെ പോലെ തന്നെ. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് മോദിയെ ക്ഷണിച്ചു, അതിൽ ആർക്കാണ് മനോവിഷമം? രാഹുൽ ഗാന്ധി ആൻഡ് കമ്പനിക്കുള്ള G7 സ്ട്രൈക്കാണ് ഇത്. G7 മോദിയുടെ ഡിപ്ലോമസി കാണാൻ പോവുകയാണ്. ഇന്ത്യൻ മീഡിയകളും സംഘികളും വെറും ജോക്കേഴ്സ് ആണ്, കോമാളികൾ. ഇനി ചില സംഘികളുടെ പ്രതികരണങ്ങൾ കണ്ടുകൊള്ളൂ. രാജീവ് സൂദ് എന്ന് പറഞ്ഞ 2 രൂപ കൂലി മോദിക്ക് ക്ഷണം ലഭിക്കാത്തപ്പോൾ എഴുതിയത് കാനഡ മോദിയെ G7 ക്ഷണിക്കുന്നതിൽ വലിയ ഭയപ്പാടിലായിരുന്നു. കാരണം ക്ഷണിച്ചാലും മോദി അത് നിരസിച്ച് അവരെ മാനം കെടുത്തും എന്ന കാരണത്താൽ. ഇനി മേഘ അപ്ഡേറ്റ്സ് എന്ന ഒന്നാന്തരം 2 രൂപ കൂലി ജൂൺ 2 എഴുതിയിരിക്കുന്നത് കണ്ടോ. 6 വർഷത്തിനിടെ ആദ്യമായി മോദി കാനഡയിൽ വെച്ച് നടക്കുന്ന G7 പങ്കെടുക്കാൻ സാധ്യതയില്ല. ദയനീയമായ ഡിപ്ലോമസിയാണ്. അമേരിക്കയുമായുള്ള കാനഡയുടെ ബന്ധങ്ങൾ ഓൾറെഡി വഷളാണ്. ചൈനയുമായുള്ള അവരുടെ വ്യാപാരം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനു പുറമെ ശരിയായ ക്ഷണത്തിന്റെ അഭാവത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നില്ല. ജൂൺ 6 മോദിക്ക് ക്ഷണം ലഭിച്ചു കഴിഞ്ഞ് ഇതേ നാണം കെട്ടവൻ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്നും പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയിൽ നിന്നും G7 ഔദ്യോഗിക ക്ഷണം ലഭിച്ചിരിക്കുന്നു. ആഖ്യാനം സൃഷ്ടിച്ച എഞ്ചിനീയേഴ്സ് ചെക്ക്മേറ്റ് കൊടുത്തിരിക്കുകയാണ് എന്ന്. വാസ്തവത്തിൽ ആഖ്യാനം സൃഷ്ടിച്ചത് ഇവനൊക്കെയാണ് എന്നുള്ളതാണ് വസ്തുത എന്ന് കണ്ടല്ലോ. ഇനി മോദിക്ക് 11ാം മണിക്കൂറിൽ ക്ഷണം ലഭിച്ചതിൽ നിരാശയായി സ്വാസ്തി റാവു എന്ന സംഗിണി എഴുതിയിരിക്കുന്നത് അവസാന നിമിഷത്തിൽ കാനഡയിൽ നിന്ന് ലഭിച്ച ക്ഷണം മോദി നിരസിക്കണം. അതുകൊണ്ട് ഒരു രാജ്യം എന്ന നിലയിൽ അവസാനം ക്ഷണം ലഭിക്കുന്നത് നമ്മുടെ അഭിമാനത്തിന് എതിരാണ്. G7 യാതൊരു പ്രാധാന്യവും ഉള്ളതല്ല എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞതാണ്. ഇവർ സംഗിണിയാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കണ്ടുകൊള്ളൂ. 2024 മെയ് 12 രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ കൂടെ ഇരിക്കുന്ന ചിത്രവും പങ്കുവച്ചുകൊണ്ട് ഇവർ എഴുതിയിരിക്കുന്നതാണ് ഇത്. ജൂൺ 3 മനു എന്ന് പറഞ്ഞ 2 രൂപ സംഖ്യ എഴുതിയത് രാഹുലിനെ പോലെയുള്ള ഭിക്ഷക്കാർക്ക് ശത്രു രാജ്യങ്ങളിലേക്ക് പോകാം, എന്നാൽ സംഘികളെ പോലെയുള്ള ദേശീയവാദികൾ പോവുകയില്ല എന്ന്. ഇപ്പോൾ ആരാണ് ഈ ക്ഷണം സ്വീകരിച്ച് അതിലൂടെ ശത്രു രാജ്യത്തേക്ക് പോകുന്നത് വഴി ഭിക്ഷക്കാരായത് എന്ന് ഈ സംഘി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അവസാന നിമിഷം ലഭിച്ച ക്ഷണം സ്വീകരിച്ചതിനെ കളിയാക്കിക്കൊണ്ട് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മഞ്ജുൾ പോസ്റ്റ് ചെയ്ത കാർട്ടൂണിൽ കാണിച്ചിരിക്കുന്നത് മോദി പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് 2025 G7 നടക്കുന്ന ഹാളിന്റെ വെളിയിൽ കാത്തിരിക്കുന്ന സമയത്ത് ഇത് ജനാലയിലൂടെ കണ്ടുകൊണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി മോദിയെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ട മോദി നന്ദി, ഞാൻ ഇതിൽ പങ്കെടുക്കാൻ വളരെ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നതാണ്. ഇനി മൂന്നാമത്തെ വിഷയം, എന്തുകൊണ്ടാണ് മോദിയെ ക്ഷണിച്ചത് എന്ന് കാർണി പറയുന്നത് കേട്ടുകൊള്ളൂ. ഇവിടെ ലേഖിക ധൈര്യപൂർവ്വം കനേഡിയൻ പ്രധാനമന്ത്രിയോട് തുറന്നു ചോദിക്കുകയാണ്. And on India, the RCMP said just last year that the Modi government is orchestrating a campaign of violence and intimidation in Canada that includes murder. Why are you inviting him to the G7, and what message does this send about your seriousness or lack of it when it comes to stopping foreign interference? ഇനി ഇന്ത്യയെക്കുറിച്ച് ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ വർഷം തന്നെ മോദി ഗവൺമെന്റ് കാനഡയ്ക്കെതിരെ വയലൻസും ഭീഷണിയും കലർന്ന കനേഡിയൻ പൗരനെ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ത്യയെ G7 ക്ഷണിച്ചത്?
കാനഡയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്കുള്ള സീരിയസ്നെസ്സിനെ കുറിച്ച് എന്ത് സന്ദേശമാണ് അല്ലെങ്കിൽ സന്ദേശം ഇല്ലായ്മയാണ് ഇതുവഴി നിങ്ങൾ നൽകുന്നത്? ഇതുപോലെ ഒരു ചോദ്യം മോദിയോട് ചോദിക്കാൻ ഇന്ത്യയിലെ ഏതെങ്കിലും പത്രക്കാർക്ക് നട്ടലുണ്ടോ? അതിന് വളരെ ഗ്രേഷ്യസ് ആയി ഒരു ലോക നേതാവിന് ചേരുന്ന രീതിയിലുള്ള മാർക്ക് കാർണിയുടെ മറുപടിയും കേൾക്കുമ്പോഴും അത് പറയുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ കമ്പോഷറും കാണുമ്പോൾ മോദിയും യഥാർത്ഥ നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. Let's put the two aspects in context. First is we are in the role, Canada is in the role of the G7 chair. And in those discussions, as agreed with our G7 colleagues, include important discussions on energy security, on digital future, critical minerals, amongst others, and partnerships actually in building infrastructure in the emerging and developing world. There are certain countries that should be at the table for those discussions, and in my capacity as G7 chair, consultation with others, some others, make those determinations. India, the fifth largest economy in the world, effectively the most populous country in the world, central to a number of those supply chains, at the heart of a number of those supply chains, so it makes sense. And in addition, bilaterally, we have now agreed, importantly, to continued law enforcement dialogue. So there's been some progress on that. It recognizes issues of accountability. I extended the invitation to Prime Minister Modi in that context, and he has accepted. രണ്ട് കാര്യങ്ങൾ ഇതിന്റെ വെളിച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കാനഡയാണ് G7 ഇപ്രാവശ്യത്തെ ചെയർ ചെയ്യുന്നത്. അതിന്റെ വെളിച്ചത്തിൽ G7-ലെ അംഗരാജ്യങ്ങളും ആയുള്ള ഊർജ്ജ സുരക്ഷ, ഡിജിറ്റൽ ഭാവി, ആവശ്യധാതുക്കൾ, അവയ്ക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ, വികസനവും ഉയർന്നു വരുന്നതുമായുള്ള രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നതിലുള്ള പങ്കാളിത്തം എന്നിവ ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ ചില പ്രത്യേക രാജ്യങ്ങൾ അത്തരം ചർച്ചകളിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അങ്ങനെ G7 എന്നുള്ള കപ്പാസിറ്റിയിൽ ഞാനും മറ്റ് G7 മെമ്പേഴ്സും മറ്റ് ചില രാജ്യങ്ങളുമായുള്ള ചർച്ചകളിലാണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത്. ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും. അങ്ങനത്തെ നിലയിൽ ഇത്തരം സപ്ലൈ ചെയിനുകൾ ഉണ്ടാക്കുന്നതിന് ഇന്ത്യ ആവശ്യമാണ്. അതുകൂടാതെ ഇപ്പോൾ ഞങ്ങൾ പരസ്പരം സമ്മതിച്ചിട്ടുണ്ട് നിയമപാലനത്തിനു വേണ്ടി കൂടുതൽ ചർച്ചകൾ ചെയ്ത് പരസ്പരം സഹകരിക്കാം എന്ന്. ഈ കാര്യം സമ്മതിക്കുന്നതിലും ഉത്തരവാദിത്തം ഏൽക്കുന്നതിലും പുരോഗതിയുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ മോദിയെ ക്ഷണിച്ചത്. മോദി ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അതായത് നിജാറിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ പൂർണ്ണമായി സഹകരിക്കാം എന്ന് മോദി സമ്മതിക്കുകയും പിന്നെ ചില കാര്യങ്ങൾക്ക് ഇന്ത്യയെ അവർക്ക് ആവശ്യമുള്ളതിനാൽ ക്ഷണിക്കുന്നത് അർത്ഥമുള്ളതാണ്, മേക്ക് സെൻസ് എന്നാണ് കാർണി പറയുന്നത്. എത്ര ഗ്രേഷ്യസ് ആയി, എത്ര അന്തസ്സോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് കണ്ടല്ലോ. ഇങ്ങനെയാണ് വിവേകമുള്ള ലോക നേതാക്കൾ സംസാരിക്കുന്നത്. അല്ലാതെ 2 രൂപ കൂലികളെ പോലെയോ ട്രോളുകളെ പോലെയോ അല്ല ഒരു പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത്. മോദിയെ ക്ഷണിച്ചത് കാനഡയിലെങ്ങും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെയേറെ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ചില വാർത്തകളാണ് ഇവയൊക്കെ. ഇനി 4ാമത്തെ കാര്യം, ഞാൻ മോദിക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ ഇത് ഫേക്ക് ന്യൂസ് ആണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് വളരെയേറെ നാണംകെട്ട വിവരമില്ലാത്ത സംഖ്യകൾ കമന്റ് ഇട്ടിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സംഖ്യകളും ദേശീയ സംഘി മാധ്യമങ്ങളും ഉൾപ്പെടെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ് മോദിക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ്. ജൂൺ 2-നും 3-നുമായി ഇന്ത്യയിലെ സംഘി മാധ്യമങ്ങളെല്ലാം 6 വർഷത്തിനിടെ ആദ്യമായി മോദി G7 മിസ് ചെയ്യും, ഇനി ക്ഷണിച്ചാലും മോദി പങ്കെടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തതാണ്. അത് കാണിച്ചുകൊണ്ട് വളരെ വ്യക്തമായാണ് തെളിവുകളോടെ ഞാൻ പറഞ്ഞത്. ഏതായാലും ആ വീഡിയോ പുറത്തു വിട്ടു കഴിഞ്ഞ് ഏതാണ്ട് 10 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അത് കാണുകയും അതിൽ ഞാൻ മോദി വിശ്വഗുരുവാണ് എന്ന് സ്ഥാപിച്ചത് മനസ്സിലാക്കി മോദിയെ ക്ഷണിക്കാൻ തീരുമാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനാലാണ് ആ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞ് മോദിയെ ക്ഷണിച്ചേ അടങ്ങൂ എന്ന് കാർണി വിചാരിച്ചത് എന്ന് ന്യായമായി സംശയിക്കാമല്ലോ അല്ലേ? തമാശയും കാര്യവും തമ്മിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഏതായാലും അവസാന നിമിഷം കല്യാണത്തലേന്ന് ക്ഷണിച്ചിട്ട് ഞാൻ ഉറപ്പായും വന്നേക്കാം എന്ന് അതീവ സന്തോഷത്തോടെ പ്രധാനമന്ത്രി മറുപടി കൊടുത്തത് ഇന്ത്യക്ക് മാനക്കേടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശക്തരായ രാജ്യങ്ങൾ ആയിരുന്നെങ്കിൽ
ഞാൻ വരികയില്ല, നീ പോയി പണി നോക്ക് എന്നല്ലേ പറയുക? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?